വരാവേ. ഇവളിതെങ്ങോട്ട് ഈ സ്പീഡിൽ പോകുന്ന? വാ നോക്കാം. മഹിയേട്ടാ, ഫ്രീക്ക് എന്തോ പറ്റി. എന്താന്നറിയില്ല, അത് വല്ലാതെ കരയുന്നു. അതിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാ ഇവിടെ എല്ലാരും പറയുന്നത്. ഞാനെന്നാ ഫ്രീക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഗംഗ തനിയെ പോകണ്ട, ഞാനും വരാം. ഞാൻ ദാ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഗംഗ റെഡി ചെയ്യുന്നോ? ഞാനിപ്പോ വരാം. ശരി മഹിയേട്ടാ, ഞാൻ റെഡിയായി നിൽക്കാം. ഓക്കെ. മഹിയേട്ടൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ റെഡിയാവാൻ പോവാ. ഇതെല്ലാം ഗംഗയുടെ മിടുക്ക. അവൾ എന്റെ മോനെ അവളുടെ സാരിത്തുമ്പിൽ കെട്ടിയ കുഞ്ഞിരാമനാക്കി എടുത്തു. ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാക്കണം നാത്തൂനെ. അതിനുള്ള പ്ലാനിംഗ് അല്ലേ ഇപ്പോഴും പൊളിഞ്ഞത്. രാഹുലിനെ വിളിച്ച് കാര്യം പറയാം. വെറുതെ വെയിലും മഴയും കൊണ്ട് രാഹുൽ വഴിയിൽ കാത്തു നിൽക്കണ്ടല്ലോ. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. അതെ നാത്തൂനെ, എല്ലായ്പ്പോഴും നമ്മുടെ പ്ലാനിങ് പൊളിയുവാണല്ലോ. ഒന്നുകിൽ ഗൗരി പൊളിക്കും, അല്ലെങ്കിൽ മഹി പൊളിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പൊളിക്കും. അതോ അല്ലെങ്കിൽ അത് താനെ പൊളിയും. ഇതിനൊരു അവസാനമില്ലേ? ഹലോ ശ്രേയ, അവരിറങ്ങിയോ? ഇല്ല, പക്ഷേ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു. രാഹുൽ തിരിച്ചു വന്നോളൂ. അതെന്താ, ഗംഗയെ പുറത്തിറക്കാൻ നിനക്ക് സാധിച്ചില്ലേ? അതൊക്കെ എനിക്ക് സാധിച്ചു. അവളിതെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുകയും ചെയ്യും. പിന്നെന്താ പ്രശ്നം? അവളെ കൊണ്ടുപോകാൻ മഹിയേട്ടൻ ഇപ്പൊ വരും. അവരൊരുമിച്ചായിരിക്കും വരുന്നത്. ശ്രേയ, അവരെങ്ങോട്ടാ പോകുന്നത്? മൃഗാശുപത്രിയിലേക്ക്. ആ പട്ടിയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അവര് വരുന്നത്. നമ്മുടെ പ്ലാനൊന്നും അങ്ങനെ പൊളിയില്ല. മഹിയെ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് തിരിച്ചുവിടുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനു വേണ്ട ഐഡിയ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. മഹി പോയാ പിന്നെ ഗംഗ ഒറ്റയ്ക്കല്ലേ, പിന്നെ അവളെ പൊക്കാൻ എളുപ്പമാ. എങ്കിൽ റെഡിയായി നിന്നോ, അവരിപ്പൊ ഇവിടുന്ന് ഇറങ്ങും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് നമുക്ക് രണ്ടുപേർക്കും. അതെ, ഓൾ ദി ബെസ്റ്റ്. ഇത് നമ്മൾ തകർക്കും. നീ നോക്കിക്കോ. അപ്പൊ ശരി. ഓക്കെ ദെൻ, ബൈ. ഇതിനെയൊന്ന് ഡോക്ടറെ കാണിക്കാൻ വെറുതെ മഹിയെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? മഹിയേട്ടൻ ഇവിടെ അടുത്തെവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാ. വേഗം പോയിട്ട് വരണം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ബാക്കി ചെയ്യാൻ കിടക്കുന്നു. സീമ വന്നിട്ടില്ലല്ലോ. അതെ, ശരി. മഹിയേട്ടൻ വന്നു.
എങ്ങേ അവര് പോയോ? പോവാം. ആ പോവാം മഹേട്ട. കേറ്. എന്റെ ദൈവമേ, ഇത് ഇവളുടെ ഒടുക്കത്തെ പോക്കായിരിക്കണേ. ഞാനേ രാഹുലിനോട് ഇവർ ഇറങ്ങിയ കാര്യം അറിയിക്കട്ടെ. എന്താ ഗംഗേ പെട്ടെന്ന് സംഭവിച്ചത്? അറിയില്ല മഹേട്ട. രാവിലെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്നാ ഫ്രീക്ക് നിർത്താതെ കരയാൻ തുടങ്ങിയത്. മനുഷ്യരെ പോലെ അതിന്റെ വിഷമം പറയാൻ പാവയും മിണ്ടാപ്രാണിക്ക് പറ്റില്ലല്ലോ. അതെ, കുറച്ച് വേഗം പോ മഹേട്ട. ഇതിന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയിൽ ഫ്രീക്ക് മാളു കണ്ട അവൾക്കത് സഹിക്കാൻ പറ്റില്ല. നന്നായി നോക്കണമെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടാ മാളു പോയത്. അത് ഓർക്കുമ്പോഴെന്റെ സങ്കടം. നീ ഇങ്ങനെ വിഷമിക്കാതെ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്? എന്റെ ശ്രീമഹേശ്വര, ഫ്രീക്ക് ഒരു ആപത്തും വരുത്തരുതേ. ഇതാണ് ഇവൻ ബഹളം വെക്കാൻ കാരണം. ഇതെങ്ങനെ ഫ്രീക്കയുടെ ശരീരത്തിൽ വന്നു? നിലത്ത് കളിക്കുന്ന സമയത്ത് അറിയാതെങ്ങാനും കൊണ്ടതാവാം. താനേ കയറിയതാണെന്ന് തോന്നില്ല. ആരോ മനഃപൂർവ്വം കുത്തിവെച്ചതുപോലുണ്ട്. നായ്ക്കുട്ടി പുറത്തെവിടെങ്കിലും പോയിരുന്നോ? ഇല്ല, ഫ്രീക്ക് വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു. പെട്ടെന്നാ കരച്ചിൽ തുടങ്ങിയത്. ഏതായാലും ഒന്ന് സൂക്ഷിച്ചു. ഓക്കെ ഡോക്ടർ. താങ്ക് യു. ഹലോ സാർ, വണ്ടി പാസ് ചെയ്തിട്ടുണ്ട്. വേഗം റെഡി ആയിക്കോ. ഓക്കെ സാർ. ഓക്കെ.
കാറിൽ കയറിയോ? ഓക്കെ. വണ്ടി നിർത്തിയല്ലോ അല്ലേ? ആ ശരി, ബാക്കി ഞാൻ നോക്കിയോളാം. ശരി, എല്ലാം ഓക്കെയാണ്. അങ്ങോട്ട് ചെന്നോ. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. ശരി സാർ, പറഞ്ഞ പോലെ. എന്താ മഹേട്ട? സ്റ്റെപ്പിന് മാറണം. ഈ ടയർ റിപ്പയർ ചെയ്യും വേണം. ആ എങ്ങനെ ഒരു ഓട്ടോ വരുന്നുണ്ട്. എങ്ങനെ ഞാൻ അതിൽ കയറ്റി വീട്ടിലേക്ക് വിടാം. കാർ നന്നാക്കിയിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകണം. മഹേട്ട, വണ്ടി നന്നാക്കിയിട്ട് ഞാനും പോയാ പോരെ? മഹേട്ടൻ ഇല്ലെങ്കിൽ അതുവരെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ? അത് സാരമില്ല. കയറിക്കോ. മഹേട്ട, എങ്ങനെ ഇവിടെ വെറുതെ ഒന്ന് മുഷിയണ്ട. പിന്നെ ഫ്രീക്കും വയ്യാതായല്ലേ, അതിനെ വീട്ടിൽ കൊണ്ടുപോയി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. കയറിക്കോ. ആ അത് ഒന്ന് വീട്ടിലേക്ക് പോകാനാ, വഴി പറഞ്ഞു തരും. ശരി സാർ, കയറ്. മുക്കോല ജംഗ്ഷൻ കഴിഞ്ഞ് ഇടത്തേക്ക് തിരിയുമ്പോൾ ആദ്യത്തെ വളവ് കഴിഞ്ഞിട്ടുള്ള വീട്. ആ മനസ്സിലായി. ആ മഹേട്ട, പേഴ്സ്. കയറി, ഞാൻ എടുത്തുതരാം. ശരി, കേട്ടോ. ചേട്ടാ, ഇതെന്താ ഇതില്? ചേട്ടന് വഴി തെറ്റിന്നാ തോന്നുന്നത്. ഇല്ല മാഡം, മെയിൻ റോഡ് ബ്ലോക്കാണ്. ഇതിലെ പോയാൽ പെട്ടെന്ന് എത്താം. ശരി.
ഇല്ല, ഞാൻ പോയിക്കോളാം. ഇവിടെ നിർത്തിയാ മതി. പറ്റില്ല മാഡം, ഈ വണ്ടി നിർത്തേണ്ടടത്തേ നിർത്തൂ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? വണ്ടി നിർത്ത്. ഇവിടെ നിർത്തില്ല എന്ന് പറഞ്ഞില്ലേ? ഉണ്ടായിരടി. അയ്യോ, ചേട്ടാ ചേട്ടാ പ്ലീസ് ഒന്ന് വണ്ടി നിർത്തോ. മിണ്ടാതിരുന്നില്ലെങ്കിൽ വണ്ടിന്ന് തള്ളി താഴെയിടും. അയ്യോ അയ്യോ, എന്നെ രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, എത്ര ഒച്ച എടുത്തിട്ടും ഒരു കാര്യമില്ല. മര്യാദക്കിരുന്നാ നിനക്കോളാം. ചേട്ടാ പ്ലീസ്, ചേട്ടാ പ്ലീസ് ഒന്ന് നിർത്ത്. അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഹലോ, അയ്യോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ചെലക്കാതിരിക്കാനല്ലേ പറഞ്ഞ. അവരിതെവിടെ പോയി? ഇതിലെന്തോ ചതിയുണ്ട്. ഇതിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഗൗരി ചേച്ചിക്ക് മാത്രമേ സാധിക്കൂ. ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി എന്നെ രക്ഷിക്കൂ. ചേച്ചി, ഞാൻ അപകടത്തില. ചേച്ചി എന്നൊന്ന് രക്ഷിക്കൂ.